ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വുമൺ ഇൻ കണ്ടംപററി സൊസൈറ്റിൻ്റെ മൊഡ്യൂൾ 1 ബാക്കി MCQ ആണ്. നമ്മൾ 30 MCQ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതാണ് നോക്കുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 31ാമത്തെ ക്വസ്റ്റ്യന് സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ സിഗ്നിഫൈസ് ദാറ്റ് ഡാഷ്. എന്താ പറയുന്നത്? ലൈംഗിക തൊഴിൽ വിഭജനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യന്. എന്താ വരുന്നത്? വർക്ക്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. വർക്ക് ഡിസൈഡിങ് ദ ഡിവിഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. അല്ലെ, സ്ത്രീക്കും പുരുഷനും ജോലി വിഭജിക്കുന്നതിന് പറയുന്നതാണ് സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടും വർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഡിവിഷനാണ്. അപ്പോൾ വർക്ക് ഡിസൈഡിങ് ദ ഡിവിഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. A woman or man who believes in equal rights and opportunities for men and women select the correct option of the ഡെഫിനിഷൻ. എന്താ പറയുന്നത്? പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനെ നിർവചിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യന്. അത് വരുന്നത് ഫെമിനിസ്റ്റിലാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായിട്ടുള്ള അവകാശം എന്താ പറയുക അവസരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഫെമിനിസ്റ്റ് ആണ്. അപ്പോൾ വുമണുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫെമിനിസ്റ്റ് എന്ന് ആൻസർ ക്ലിക്ക് ചെയ്യാൻ കഴിയും അല്ലേ. വുമൺ അതിൽ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ഫെമിനിസ്റ്റ്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എമംഗ് ദ ഫോളോയിങ് ദ കൺട്രീസ് ഹാവ് ഹൈ പാർട്ടിസിപ്പേഷൻ ഇഫ് ദ വുമൺ ഇൻ പബ്ലിക് ലൈഫ് ആർ. എന്താ പറയുന്നത്? താഴെ പറയുന്നതിൽ പൊതുജീവിതത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ രാജ്യങ്ങൾക്ക് ഉയർന്ന പങ്കാളിത്തം കൊടുക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പബ്ലിക് ലൈഫിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യം താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യന്. ആൻസർ വരുന്നത് സ്വീഡൻ ആൻഡ് ആഫ്രിക്ക, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സ്വീഡൻ ആൻഡ് ആഫ്രിക്ക. ഇതിൽ ഓപ്ഷൻ എ സ്വീഡൻ ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. പക്ഷെ രണ്ടാമത് ആഫ്രിക്ക അല്ലെ. ക്വസ്റ്റ്യനിൽ എമംഗ് എന്ന് വെച്ചിട്ട് ഏത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആൻസറിലും എന്താ അതിൻ്റെ ഒരു രാജ്യത്തിൻ്റെ പേരിൽ ആഫ്രിക്ക എ വെച്ചിട്ട് തുടങ്ങുന്നുണ്ട് എന്നുള്ളത് ഓർത്താൽ മതി. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ആർ ദ ബിലീഫ് that people have about the features and characteristics of male and female. എന്താ പറയുന്നത്? സ്ത്രീകളുടെ അതുപോലെ തന്നെ പുരുഷന്മാരുടെയൊക്കെ സവിശേഷതകളെ കുറിച്ചിട്ട് ആളുകൾക്കുള്ള ഒരു കാഴ്ചപ്പാട് അല്ലേ. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിനെ എന്താ വിളിക്കുക എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അത് സമൂഹത്തിൽ ആദ്യമായിട്ട് തന്നെ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. എന്താ വിളിക്കുക? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്നാണ് വിളിക്കുക. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യന് ഡാഷ് ആക്ട് വിച്ച് പ്രൊവൈഡ് ഫോർ ഈക്വൽ വേജസ് ടു മെൻ ആൻഡ് വുമൺ ഫോർ ഈക്വൽ വർക്ക് അല്ലേ. ഇവിടെ എന്താ പറയുക ഈക്വൽ വേജസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്താണ് തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുന്ന നിയമം എന്ന് പറഞ്ഞാൽ ഈക്വൽ റിമ്യൂണറേഷൻ ആക്ട് അല്ലേ. റിമ്യൂണറേഷൻ ആക്ട് ആണ് തുല്യ വേതന നിയമം. അതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദി ഫസ്റ്റ് വേവ് ഫെമിനിസം വാസ് മെയിൻലി കൺസേൺഡ് വിത്ത്. എന്താ പറയുന്നത്? ഫെമിനിസത്തിലെ ആദ്യ തരംഗമായിട്ട് ബന്ധപ്പെട്ടത് താഴെ പറയണതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫെമിനിസത്തിലെ ഫസ്റ്റ് വേവ് എന്താണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? വുമൺസ് റൈറ്റ് ടു വോട്ട് അല്ലെ. സ്ത്രീകൾക്ക് വോട്ടവകാശമാണ് ഫസ്റ്റ് വേവ് ഫെമിനിസത്തിൽ പറയുന്നത്. എന്താണ്? വുമൺസ് റൈറ്റ് ടു വോട്ട്. ഓക്കെ, അതിൽ ഫെമിനിസം എന്നുണ്ട്. അപ്പോൾ ഫെമിനിസത്തിന് ഒരു വാക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ വുമൺസ് എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ പിന്നെ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വുമൺസ് റൈറ്റ് ടു വോട്ട് അങ്ങനെ ആലോചിച്ചാൽ അത് കിട്ടും. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൂ ഒപ്പീനിയഡ് ദാറ്റ് കൾച്ചർ ഈസ് ദ ഡിറ്റർമൈൻഡ് ഓഫ് ജെൻഡർ റോൾ. എന്താ പറയുന്നത്? സംസ്കാരമാണ് ലിംഗപരമായ റോളുകളുടെ എന്താ പറയുക നിർണയം എന്ന് ആരാണ് അഭിപ്രായപ്പെട്ടത്? ഇത് ശരിക്കും രണ്ടാമത്തെ മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻ ആണ്. ആരാണ് കൾച്ചറിൻ്റെ അല്ലെ കൾച്ചറൽ തിയറിയുടെ വക്താവുകളാണ് ആൻ ഓക്കിലിയും അതുപോലെ തന്നെ ബ്രൂണോ ബെറ്റൽഹെയിമും. അതിൽ കൾച്ചറൽ തിയറിയാണ് അല്ലെങ്കിൽ സംസ്കാരമാണ് ലിംഗപരമായ റോളുകളുടെ നിർണയം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആൻ ഓക്കിലി. ആരാണ്? ആൻ ഓക്കിലി പറയുന്ന ഒരു സ്ത്രീയാണ്. അവരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹു ഹാഡ് റിട്ടൺ ദ സെക്കൻഡ് സെക്സ് അല്ലെ. ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത് താഴെ പറയുന്നതിൽ ആരാണ് എന്നാണ് ക്വസ്റ്റ്യന്. ആരാണ്? സൈമൺ ഡി ബിഹേവിയർ അല്ലെ. സൈമൺ ഡി ബിഹേവിയർ ആണ് അത് എഴുതിയിട്ടുള്ളത്. അത് ദ സെക്കൻഡ് എന്ന് പറയുന്നത് എസ് വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ നെയിം എസ് വെച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ പേരും എന്താണ്? സൈമൺ എസ് വെച്ചിട്ടാണ്. സൈമൺ ഡി ബിഹേവിയർ അല്ലേ. പിന്നെ അടിയിലൊരു ഡി എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം നോക്കിയാലും ആ ഒരു ബുക്കിന്റെ ആളെ നമുക്ക് കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്.
ഇനി 39 നോക്കുക. വേർ ഈസ് ദ അന്വേഷി റിസർച്ച് സെന്റർ ഫോർ വുമൺ സ്റ്റഡി അല്ലെ, സ്ത്രീ പഠനത്തിനായിട്ടുള്ള അന്വേഷി റിസർച്ച് സെന്റർ എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അന്വേഷി റിസർച്ച് സെന്റർ എവിടെയാണ്? ഹൈദരാബാദിലാണ്. എവിടെയാണ്? ഹൈദരാബാദ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഹൈദരാബാദ്. അന്വേഷി റിസർച്ച് സെന്റർ ഹൈദരാബാദ് എന്ന് അങ്ങനെ എഴുതി പഠിച്ചാൽ മതി. അപ്പോൾ അത് മനസ്സിൽ നിന്നോളൂ. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഒപ്പീൻഡ് ദാറ്റ് വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ വൺ ബിക്കംസ് എ വുമൺ. എന്താ പറയുന്നത്? ഒരാൾ ജനിക്കുന്നില്ല, വൺ ഈസ് നോട്ട് ബോൺ, ഒരാൾ ജനിക്കുന്നില്ല, മറിച്ച് എന്താണ്, ഒരു സ്ത്രീ ആയിട്ട് മാറുന്നു എന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളാണ് സൈമൺ ഡി ബിഹേവിയർ അല്ലെ. സൈമൺ ഡി ബിഹേവിയറിനാണ് അതും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഓഡ് വൺ ആയിട്ട് എടുക്കുക. അതിൽ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഡി ഇ പറഞ്ഞിട്ട് ഇടയിൽ ഇങ്ങനെ കുറച്ച് വലിയ പേരായിട്ടാണ് ഉള്ളതും. അങ്ങനെ കോർത്താൽ നമുക്ക് ഈ ഒരു നെയിം കിട്ടും. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഡിഫൈൻഡ് ജെൻഡർ ആസ് എ സോഷ്യൽ റോൾ പെർഫോംഡ് ഇനാക്റ്റഡ് ബൈ ദ ഇൻഡിവിജ്വൽസ് ആൻഡ് വാലിഡേറ്റഡ് ആൻഡ് ആക്സെപ്റ്റഡ് ബൈ സൊസൈറ്റി. എന്താ പറയുന്നത്? ഒരു ഡെഫിനിഷൻ ആണ് അല്ലേ. വ്യക്തികൾ നിർവഹിക്കുകയും സമൂഹം സാധൂകരിക്കുകയും അതുപോലെ തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക പങ്ക് എന്ന് ലിംഗഭേദത്തിന് നിർവചനം നൽകിയത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ജുഡിത്ത് ബട്ട്ലർ ആണ്. ആരാണ്? ജുഡിത്ത് ബട്ട്ലർ ആണ് അങ്ങനെ ഒരു നിർവചനം കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ. ഓപ്ഷൻ എ ആണ് വരുന്നത്, ജുഡിത്ത് ബട്ട്ലർ ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 42ാമത്തെ ക്വസ്റ്റ്യൻ, ബിലീഫ്സ് ദാറ്റ് പീപ്പിൾ ഹാവ് അബൌട്ട് ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ ഡാഷ്. ഇതെന്താണ്? 34ാമത്തെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചതാണ്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് തന്നെ വരുന്നത്. അപ്പോൾ 34ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും വന്നതാണ് 42ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അൺഈക്വൽ ഓർ ഡിസ്അഡ്വാൻറ്റേജസ് ട്രീറ്റ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ ജെൻഡർ ഈസ് ഡാഷ്. എന്താ പറയുന്നത്? ലിംഗഭേദത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയോ ഗ്രൂപ്പിന്റെയോ വിവേചനത്തെ നമ്മൾ എന്താ വിളിക്കുക അല്ലെ. ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീയും പുരുഷനെയുള്ള ആ ഒരു വിവേചനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. എന്താണ്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നാണ് വിളിക്കുക. അൺഈക്വൽ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് അല്ലെ. അല്ലെങ്കിലോ അൺഈക്വൽ ഓർന്ന് കഴിഞ്ഞിട്ട് ഡിസ്അഡ്വാൻറ്റേജസ് എന്നുള്ളതിൽ ഡി വെച്ചാൽ തുടങ്ങുന്നത്. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ആണെന്ന് അങ്ങനെ ഓർത്തു വെക്കുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സെക്സ്. എന്താ പറയുന്നത്? ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളിലാണ് ലൈംഗികതയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നത് വിലക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 15 ആണ് വരുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 15. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 15 ആണ് വരുന്നത്. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് NCW? NCWന്റെ ഫുൾ എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അല്ലെ. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺസ് ആണ് എന്ത്? NCW. ഇപ്പൊ NCWന്റെ ഫുൾ എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ റാങ്ക്സ് ഡാഷ് ഔട്ട് ഓഫ് 175 കൺട്രീസ് ഇൻ ദ വേൾഡ് ആസ് ജെൻഡർ എംപവർമെന്റ് ഈസ് കൺസേൺഡ്. എന്താണ് പറയുന്നത്? ലോകത്തിലെ 175 രാജ്യങ്ങളിൽ ലിംഗ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രാമത്തെയാണ്? 86ാമത്തെ സ്ഥാനമാണ് വരുന്നത് അല്ലെ. ഇന്ത്യയുടെ റാങ്ക് 86, 86 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജെൻഡർ റോൾസ് ബേസ്ഡ് ഓൺ ദ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ഈസ് കൾച്ചറലി റാദർ ദാൻ ബയോളജിക്കലി ഡിറ്റർമൈൻഡ്. ദിസ് ആർഗ്യുമെന്റ് ഈസ് റിലേറ്റഡ് ടു ഹൂം. എന്താണ് പറയുന്നത്? തൊഴിൽപരമായിട്ടുള്ള ലൈംഗിക വിഭജനം അടിസ്ഥാനമാക്കിയിട്ടുള്ള ലിംഗപരമായ റോളുകൾ ജൈവശാസ്ത്രപരമായിട്ട് നിർണ്ണയിക്കപ്പെടുന്നത് സംസ്കാരം കൊണ്ടാണ് അല്ലെ. സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജെൻഡറിന്റെ ഡിവിഷൻ ഓഫ് ലേബർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ നമുക്ക് കൾച്ചറൽ എന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരാണത്? ആനോക്കിലിയും അല്ലെങ്കിൽ ബ്രൂണോ ബെറ്റൽഹെയിമാണ്. ഇവിടെ ബ്രൂണോ ബെറ്റൽഹെയിം ഇല്ലാത്തത് കൊണ്ട് ആനോക്കിലി നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 48ാമത്തെ ക്വസ്റ്റ്യന്, ഫെമിനിസ്റ്റ് ഹിസ്റ്ററി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡാഷ് വേവ്സ് അല്ലെ. ഫെമിനിസ്റ്റ് ചരിത്രത്തെ എത്ര തരംഗങ്ങളാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3 ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് വേവും, സെക്കൻഡ് വേവും, തേർഡ് വേവും. അപ്പോൾ ഫെമിനിസ്റ്റ് ഹിസ്റ്ററി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡാഷ് വേവ്സ് എത്രയാണ്? 3 വേവ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്.
ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹു വാസ് ദ കീ പ്ലെയർ ഇൻ സെക്കൻഡ് വേവ് ഫെമിനിസം? അല്ലെ, രണ്ടാം തരംഗ ഫെമിനിസത്തിലെ പ്രധാന വക്താവ് ആരാണെന്നാണ് ക്വസ്റ്റ്യന്. ആരാണ്? ബെറ്റി ഫ്രൈഡൻ ആണ്. ആരാണ്? ബെറ്റി ഫ്രൈഡൻ ആണ്. അല്ലെ, അപ്പൊ ഫെമിനിസം എന്ന് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ബെറ്റി ഫ്രൈഡൻ, അങ്ങനെ ഓർക്കുക. ഒരു ക്വസ്റ്റ്യൻ അതിൽ വേറെ ഷുൽമത്ത് ഫയർ സ്റ്റോൺ വരുന്നുണ്ട്. അപ്പോൾ ഫെമിനിസത്തിന്റെ എന്താ പറയാ, രണ്ടാം തരംഗത്തിലെ പ്രധാന വക്താവാണ് ആര്? ബെറ്റി ഫ്രൈഡൻ. ഓക്കെ, ബെറ്റി ഫ്രൈഡൻ ആണ് വരുന്നത്. ഇനി 50ാമത്തെ ക്വസ്റ്റ്യന്, മേരി വുൾസ്റ്റോൺ ക്രാഫ്റ്റ് ഈസ് ഹെയിൽഡ് ഫ്രം? അല്ലേ, മേരി വുൾസ്റ്റോൺ ക്രാഫ്റ്റിനെ വാഴ്ത്തപ്പെടുന്നത് എങ്ങനെയാണ്? ബ്രിട്ടൻ ആണ്. അല്ലേ, ബ്രിട്ടൻ ആയിട്ടാണ്. ബ്രിട്ടനിലത്തെ വ്യക്തിയാണ് ആര്? മേരി വുൾസ്റ്റോൺ ക്രാഫ്റ്റ് ഉള്ളത്. അപ്പോൾ ബ്രിട്ടൻ, മേരി വുൾസ്റ്റോൺ ക്രാഫ്റ്റ് ബ്രിട്ടൻ എന്ന് ഓർത്തേക്കുക. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 51ാമത്തെ ക്വസ്റ്റ്യന്, വിച്ച് വർക്ക് വോൺ ദ ജെസി ബെർണാഡ് അവാർഡ് ഫോർ സോഷ്യോളജിസ്റ്റ് ഫോർ വുമൺ ഇൻ സൊസൈറ്റി 1979? എന്താ പറയണത്? സമൂഹത്തിലെ സ്ത്രീകൾക്കുള്ള 1979 സാമൂഹ്യ ശാസ്ത്രജ്ഞർക്കുള്ള ഒരു അവാർഡ് നേടിയ കൃതി. അല്ലേ, അങ്ങനത്തെ ഒരു അവാർഡ്, അല്ലേ, ജെസി ബെർണാഡ് അവാർഡ് നേടിയ ആ ഒരു കൃതി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യന്. ആൻസർ വരുന്നത് ദ റീപ്രൊഡക്ഷൻ ഓഫ് മദറിങ്. എന്താണ്? ദ റീപ്രൊഡക്ഷൻ ഓഫ് മദറിങ്ങിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. മാതൃത്വത്തിന്റെ പുനരുൽപാദനം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അവാർഡ് കിട്ടിയത് ഏതിനാണ്? ദ റീപ്രൊഡക്ഷൻ ഓഫ് മദറിങ്. അപ്പോൾ മദറിനാണ് അവാർഡ് കിട്ടിയതെന്ന് ഓർക്കുക. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്. ഇനി 52ാമത്തെ ക്വസ്റ്റ്യന്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ ചേഞ്ചസ് ഇൻ ദ സ്റ്റാറ്റസ് ആൻഡ് റോൾസ് ഓഫ് വുമൺ ആൻഡ് മെൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം? എന്താ പറയുന്നത്? ഒരു നിശ്ചിത കാലയളവിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പദവിയിലും റോളിലുമുള്ള മാറ്റങ്ങൾ അളക്കാൻ ഇനി പറയുന്ന സൂചകങ്ങളിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ഏത് അളവിലാണ് ഉപയോഗിക്കുന്നത്? ജെൻഡർ സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ. അല്ലേ, ഏത് ഇൻഡിക്കേറ്റർ ആണ്? ജെൻഡർ സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ജെൻഡർ സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോവിങ്സ് ആർ ഇഷ്യൂസ് ഓഫ് സെക്കൻഡ് വേവ് ഫെമിനിസം? അല്ലെ, താഴെ പറയുന്നവയിൽ ഏതാണ് രണ്ടാം തരംഗ ഫെമിനിസത്തിന്റെ പ്രശ്നങ്ങൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവിടെ 4 പ്രശ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇന്റർസെക്ഷനാലിറ്റി എന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്യരുത്, അത് എഴുതും ചെയ്യരുത്. അങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത്. അവിടെ ഡിയിൽ ഓപ്ഷൻസ് നോക്കുക. എയും ബിയും സിയും ഡിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കുക. 2 എണ്ണാണ് രണ്ടാം തരംഗ പ്രശ്നങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, അല്ലേ, പ്രത്യുൽപാദന അവകാശങ്ങളും, പിന്നെ വരുന്നത് ഡൊമസ്റ്റിക് വയലൻസും. അപ്പോൾ എയും ഡിയും ആൻസർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനിക്ക് വന്ന് നോക്കുമ്പോൾ സി ആണ് അങ്ങനെ ഉള്ളത്. അല്ലേ, എ ആൻഡ് ഡി ഓൺലി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ അത് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അറിയാതെ സി എന്ന് എഴുതിയിട്ട് ഇന്റർസെക്ഷനാലിറ്റി എന്ന് എഴുതി പോവരുത്. 2 ആൻസർ വരുന്നതുകൊണ്ട് അതിൻ്റെ ഓപ്ഷന് ശരിക്കും വായിച്ചു നോക്കുക. അപ്പോൾ എ ആൻഡ് ഡി ഓൺലി എന്നുള്ള ഓപ്ഷൻ സി തന്നെ കൊടുക്കുക. ഇനി 54ാമത്തെ ക്വസ്റ്റ്യന്, എമംഗ് ദ ഫോളോയിങ് ഫെമിനിസ്റ്റ് ഹു സൈഡ് ഷീ ഡിഫൈൻഡ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് വിത്ത് റെഫറൻസ് ടു മാൻ ആൻഡ് നോട്ട് ഹി വിത്ത് റെഫറൻസ് ടു ഹെർ? എന്താ പറയണത്? താഴെ പറയുന്ന ഫെമിനിസ്റ്റുകളിൽ അവർ നിർവചിക്കപ്പെടുകയും വേർതിരിക്കപ്പെട്ടതും പുരുഷനെ പരാമർശിച്ചാണ്, അവൻ അവളെ എന്ന് പരാമർശിച്ചതല്ല എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യന്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആരാണ്? സൈമൺ ഡി ബിഹേവിയർ ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ മറ്റുള്ള 3 വ്യക്തികളെയും നമ്മൾ പഠിക്കുന്നില്ല. അതിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, സൈമൺ ഡി ബിഹേവിയർ. ഓപ്ഷൻ സി ആണ് വരുന്നത്. ആ ഒരു നിലക്ക് നമുക്ക് അതിൻ്റെ ആൻസർ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇനി 55 നോക്കുക. എമംഗ് ദ ഫോളോയിങ് ഫെമിനിസ്റ്റ് ഹു പ്രസന്റ് എ വിഷൻ ഓഫ് എ വുമൺ സ്ട്രോങ് ഇൻ മൈൻഡ് ആൻഡ് ബോഡി ഹു ഈസ് നോട്ട് എ സ്ലാവ് ടു ഹെർ പാഷൻ, ഹെർ ഹസ്ബൻഡ് ഓർ ഹെർ ചിൽഡ്രൻ? എന്താ പറയണത്? താഴെ പറയുന്ന ഫെമിനിസ്റ്റുകളുടെ കൂട്ടത്തിൽ മനസ്സിനും ശരീരത്തിനും കരുത്തുള്ള ഒരു സ്ത്രീ തൻ്റെ എന്താ പറയുക അഭിനിവേശത്തിന് അടിമയാകാത്തവളുടെ അവളുടെ ഭർത്താവോ മക്കളോ എന്ന ദർശനം അവതരിപ്പിക്കുന്നത്. അല്ലേ, അടിമയാകാതെ അവളുടെ ഭർത്താവോ മക്കളോ എന്ന ദർശനത്തെ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്ത്രീകളെ കുറിച്ചിട്ടാവുമ്പോൾ തന്നെ ആരാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ആൾ? ഇതിൽ മേരി വുൾസ്റ്റോൺ ക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ വരുന്നത് മേരി വുൾസ്റ്റോൺ ക്രാഫ്റ്റ് ഓപ്ഷൻ എ ആണ് വരുന്നത്. എന്താണ് പറഞ്ഞത്? ഈ താഴെ പറയുന്ന കൂട്ടത്തിൽ മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും കരുത്തുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്യും? തൻ്റെ അഭിനിവേശത്തിന് അടിമയാകാതെ, അല്ലെ, അവളുടെ ഇതിന് അടിമയാകാതെ അവളുടെ ഭർത്താവോ മക്കളോ എന്ന ദർശനം അവതരിപ്പിക്കുന്നു. അത് പറഞ്ഞ വ്യക്തിയാണ് മേരി വുൾസ്റ്റോൺ ക്രാഫ്റ്റ്. ഓപ്ഷൻ എ ആണ് വരുന്നത്.
ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ചെയർപേഴ്സൺ ഓഫ് UGC ഗേവ് എ ഫ്രഷ് പെർസ്പെക്റ്റീവ്സ് ടു വുമൺ സ്റ്റഡി ബൈ വൈഡിങ് ദ അജണ്ട ഓഫ് ദ പ്രോഗ്രാം strengthening the role of its participants and giving greater academic credibility of the program. അല്ലേ, എന്താ പറയണത്? UGCയുടെ ഏത് ചെയർപേഴ്സൺ ആണ് എന്താ പറയുക പരിപാടിയുടെ അജണ്ട വിപുലീകരിച്ച് അതിലെ പങ്കുകളുടെ എന്താ പറയുക പങ്ക് വർദ്ധിപ്പിച്ച് പ്രോഗ്രാമിനെ മികച്ച സ്ത്രീകളുടെ പഠനത്തിന് പുതിയ കാഴ്ചപ്പാടൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ആരാണ് എന്നാണ് ക്വസ്റ്റ്യന്. ആരാണ്? ആർമേറ്റി ദേശായി ആണ് അല്ലേ. ആർമേറ്റി ദേശായി. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഈ ദേശായി എന്നുള്ളതാണ് നമുക്ക് പിന്നെ ഒരു പരിചയമുള്ള പേര്. അപ്പോൾ ആ ഒരു നിലക്ക് എന്ത് ചെയ്യുക 56ാമത്തെ ക്വസ്റ്റ്യന് ആർമേറ്റി ദേശായി നമുക്ക് കിട്ടും. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 1ാമത്തെ മൊഡ്യൂളത്തെ 57. വാട്ട് ഈസ് ദ കറക്റ്റ് അബൌട്ട് വുമൺ സ്റ്റഡി മൂവ്മെൻറ്റ് അല്ലെ. സ്ത്രീ പഠന പ്രസ്ഥാനത്തിൻ്റെ ശരിയായിട്ടുള്ള പ്രസ്ഥാന താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ 4 പ്രസ്താവന എന്താണ്? ശരിയാണ് അല്ലെ. 4 പ്രസ്താവനയും ശരിയായത് കൊണ്ട് തന്നെ നമ്മൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 പിന്നെ അതേപോലെ തന്നെ എന്താണ് ഓൺലി അല്ലേ. 1, 2, 3 ആൻഡ് 4 ഓൺലി. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. 4ഉം ശരിയാണെന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ ഓർത്താൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ 1ാമത്തെ മൊഡ്യൂളത്തെ MCQ കംപ്ലീറ്റ് ആകുകയാണ്. 1ാമത്തെ മൊഡ്യൂളിൽ 57 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ 2ാമത്തെ മൊഡ്യൂളായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അധികം വൈകാതെ തന്നെ ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു ടിപ്പും ട്രിക്സും ഒക്കെ പഠിച്ച് മാക്സിമം എല്ലാവരും MCQ കംപ്ലീറ്റ് 20 മാർക്കും വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.